ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് ബ്ലൗസുകൾ കട്ട് ചെയ്തെടുക്കാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതേ ഒരെണ്ണം ഇതൊരെണ്ണം പിന്നെ ഒരു മെറ്റീരിയൽ ഇതാണ് കേട്ടോ. അപ്പോൾ അവർ അളവ് ബ്ലൗസാണ് തന്നേക്കുന്നത്. ഈ അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് ഈ നാലെണ്ണം സ്റ്റിച്ച് ചെയ്യേണ്ടത്, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് അവരിട്ട് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഇല്ലയെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ 3 മാറ്റിയിട്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം മിക്കവരും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. 3-4 ഒരുമിച്ച് വരുമ്പോൾ ഒരെണ്ണം നല്ലതാണോ എന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഒരെണ്ണം അടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ ഇതിപ്പോൾ ലൈനിങ് ഇട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഈ ലൈനിങ് വെച്ചിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇത് ബാക്ക് പീസ്, ഇത് സ്ലീവ്, പിന്നെ ഫ്രണ്ട് പീസ്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തെങ്കിലും നമുക്കപ്പോൾ ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് കുറച്ചധികം ടൈം എടുത്താണല്ലോ നമ്മളിത് ചെയ്യണത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് അവർക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പിന്നീടും അളവെടുക്കാൻ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്തതിൻ്റെ ഓരോന്നിൻ്റെയും പേപ്പർ കട്ടിങ് ഞാൻ ഒരെണ്ണം എടുത്ത് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇനി അപ്പോൾ ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ ഇട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു പേപ്പർ വിരിച്ചിട്ട് നമ്മുടെ റഫായിട്ടുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഓരോന്നിൻ്റെയും പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇപ്പം ഇതിൽ നിന്നും ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും ഈ ഒരു ആകൃതി തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ അല്പം ഇതാക്കി വെട്ടിയിട്ടുണ്ട്. ഇത്തിരി ഒരു 4 ഇഞ്ച് പുറത്തേക്കൊക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് അളവിൽ ഇത് ഇങ്ങനെ വെട്ടിയെടുക്കും. അതുപോലെ തന്നെ ഇനി അതിൻ്റെ സ്ലീവ് ഉണ്ട്. സ്ലീവിന് പക്ഷേ ലൈനിങ് ഇല്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് തന്നെ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആ കട്ടിങ് ഉപയോഗിച്ചാണ് ഞാൻ ഇനി അടുത്ത ബ്ലൗസ് പീസുകളൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പം ഇതുപോലെയാണോ നിങ്ങളും ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.